ചെറുപയർ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ചെറുപയർ ഇതാ കഴുകി വൃത്തിയാക്കി അരിപ്പയിലിട്ട് വെള്ളം കളഞ്ഞ് അരിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതിലേക്ക് ചെറുപയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ വെന്ത് കിട്ടണം ചെറുപയർ. അപ്പോൾ അതിനായിട്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് 3/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തു, 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, 4-5 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് വെന്ത് വന്ന് ചെറുപയർ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ ചൂടിലൊന്ന് യോജിപ്പാക്കി എടുക്കണം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളം ഉണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ വെള്ളം ഇതെല്ലാം കൂടി ശരിക്കും ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിനുശേഷം കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളം ശരിക്കും വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് 2-3 തുള്ളി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ചതച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പാക്കി എടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ചെറുപയർ വെച്ചിട്ടുള്ള പുഴുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാനും കട്ടൻ ചായയുടെയും കട്ടൻ കാപ്പിയുടെയും കൂടെ എല്ലാം കഴിക്കാനായിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയും എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ചെറുപയർ പുഴുക്കാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചൂട് കഞ്ഞിയും ചെറുപയർ പുഴുക്കും കൂടെയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കൂടെ ഒരു മുളക് വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു മുളകും കൂടെ കൊണ്ടാട്ടം മുളകും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ.